Today's topic is approaches to industrial relation, one of the important topic in industrial relation. So, the scenario of industrial relation is perceived differently by different people. That is the approaches of approach related to the industrial relation. That is the concept of industrial relation is perceived by different people in a different way. That is, we can see the write-ups of Dunlop, Max Weber, Karl Marx related to this industrial relations approach. So many people perceive it in different way, and we can see some of the concepts or approaches related to industrial relation in this topic. So for someone, industrial relations are related to class conflict. For some other, it is related to mutual cooperation, and some other it relates to the competing interest of various groups. അപ്പോൾ ചിലർ അതിനെ കോൺഫ്ലിക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തായിരിക്കും പറയുന്നത്, ചിലർ മ്യൂച്വൽ കോപ്പറേഷനായിരിക്കും ഫോക്കസ് കൊടുത്തിരിക്കുന്നത്, ചിലർ അതിന് വേരിയസ് ഗ്രൂപ്പ്സ് തമ്മിലുള്ള കോമ്പറ്റിങ് ഇൻട്രസ്റ്റ് ആണ് ബേസ് ചെയ്തിരിക്കുന്നത്. സോ HR മാനേജേഴ്സ് ആണെങ്കിൽ അവരെല്ലാം ഈ പറയുന്ന ഡിഫറെൻറ്റ് അപ്രോച്ചസ് അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ്. ആൻഡ് ഡിഫറെൻറ്റ് അപ്രോച്ചസ് നമ്മൾ ഡീറ്റെയിലിൽ പോകുമ്പോഴത്തേക്കും ഫസ്റ്റ് വൺ പറയുന്ന യൂണിറ്ററി അപ്രോച്ചാണ്. സോ യൂണിറ്ററി അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്കും മാനേജ്മെൻറ്റും അതുപോലെ തന്നെ എംപ്ലോയീസും യൂണിഫൈ ചെയ്ത് മ്യൂച്വൽ കോപ്പറേഷനിൽ വർക്ക് ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റാണ് യൂണിറ്ററി അപ്രോച്ചിൽ മെൻഷൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് അതേസമയം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ട്രഡീഷണൽ കൺസെപ്റ്റ് വെച്ച് ദേ ആർ ദ മാസ്റ്റേഴ്സ് ആൻഡ് ദേ ഹാവ് ദ കൺട്രോളിങ് പവർ, ദേ ഹാവ് ദ ഡിസിഷൻ മേക്കിംഗ് പവർ. ആ ഒരു അതോറിറ്റി, ഡിസിഷൻ മേക്കിംഗ് ഉള്ള അവരുടെ അതോറിറ്റി, കൺട്രോളിങ്, അതായത് നെഗോസിയേഷനും ബാർഗെയിനിങ് പ്രോസസ്സൊക്കെ നടക്കുമ്പോൾ അവരുടെ ആ ഒരു അതോറിറ്റി നമ്മൾക്ക് മാനേജ്മെൻറ്റിൽ ഉണ്ട് എന്നുള്ളത്, അവർക്കാണ് അതിൻ്റെ അതോറിറ്റി എന്നുള്ളത് എംപ്ലോയീസ് അതല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കൺസെപ്റ്റായിട്ടാണ് യൂണിറ്ററി അപ്രോച്ചിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. So the unitary approach is based on the strong argument that there is only one source of authority. So there is a strong argument based on which unitary approach is made, that is management, which owns and control the dynamic of decision making. So in all the issues related to the industrial relation like negotiation, bargaining, etc. So under unitary approach, industrial relation are grounded in mutual cooperation, individual treatment, teamwork and shared goals. So there is a mutual cooperation between the two parties, that is employer and employee, and also individual treatment of the employees, teamwork and shared goals. Then the workplace conflict is seen as a temporary aberration resulting from poor management or from the employees who do not mix well with the organization culture. So ഒരു വർക്ക് പ്ലേസ് കോൺഫ്ലിക്റ്റ് നമുക്കറിയാം ഒരു എസെൻഷ്യൽ എലമെൻ്റ് ആണ്, നമുക്കത് ഒഴിച്ചുകൂടാനായിട്ട് സാധിക്കില്ല. സോ അത് ചിലപ്പോൾ പ്യുവർ മാനേജ്മെൻറ്റ് കൊണ്ടാകാം, അതല്ലെങ്കിൽ വർക്കേഴ്സിന് അല്ലെങ്കിൽ എംപ്ലോയീസിന് ഓർഗനൈസേഷൻ കൾച്ചറായിട്ട് മിക്സപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാകാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് വർക്ക് പ്ലേസ് കോൺഫ്ലിക്റ്റ് റൈസ് ചെയ്യാം. പക്ഷേ അതൊരു ടെമ്പററി കൺസെപ്റ്റായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇറ്റ് ക്യാൻ ചേഞ്ച് എന്നുള്ളൊരു കൺസെപ്റ്റാണ്, അത് എസെൻഷ്യലാണ്, ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ചേഞ്ച് എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇവിടെ ഉള്ളത്. ആൻഡ് യൂണിയൻസ് വിൽ കോപ്പറേറ്റ് വിത്ത് മാനേജ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ്സ് റൈറ്റ് ടു മാനേജ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാനേജേഴ്സ് റൈറ്റ് ടു മാനേജ് ഇവിടെ യൂണിയൻസ് ആക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്, ആൻഡ് ദേ കോപ്പറേറ്റ് വിത്ത് ഇറ്റ്. And the underlying assumption is that everyone benefit when the focus is on common interest and promotion of the harmony. So ഈ ഒരു യൂണിറ്ററി അപ്രോച്ചിൻ്റെ അസംഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ബേസിക് സ്റ്റോൺ എന്ന് പറയുന്നത് എവറി വൺ ഗെറ്റ് ദ ബെനഫിറ്റ് ഫ്രം ദിസ് കോമൺ വെൻ ദേ ഫോക്കസ് ഓൺ ദ കോമൺ ഇൻട്രസ്റ്റ് ആൻഡ് ഹാർമണി. So they work together, they cooperate together, and all get the benefit. So conflict in the form of strikes is not only regarded as necessary but it is destructive. So it is conflict is in different methods of conflict is destructive, but it is regarded as a necessary part of the company or the firm ഇൻഡസ്ട്രിയൽ റിലേഷൻ പ്രോസസ്സിൽ നമുക്ക് കോൺഫ്ലിക്റ്റ് ഒഴിച്ചുകൂടാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് യൂണിറ്ററി അപ്രോച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ സെക്കൻഡ് അപ്രോച്ച് എന്ന് പറയുന്നത് സിസ്റ്റം അപ്രോച്ചാണ്. സോ ഡൺലപ്പാണ് സിസ്റ്റം അപ്രോച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ജോൺ ഡൺലപ്പ് 1958 who presented the systematic theoretical orientation to study of IR. So he presented a theoretical orientation which is based on the system. ഒരു സിസ്റ്റം കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. ദാറ്റ് ഈസ് ജോൺ ഡൺലപ്പ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ അക്കോർഡിംഗ് ടു ഹിം IR സിസ്റ്റം ഈസ് എ ഡിസ്റ്റിങ്റ്റീവ് സബ് സിസ്റ്റം ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ സൊസൈറ്റിയുടെ ഒരു സബ് സിസ്റ്റം ആയിട്ടാണ് IR സിസ്റ്റത്തിനെ, ഇൻഡസ്ട്രിയൽ റിലേഷൻ സിസ്റ്റത്തിനെ ഡൺലപ്പ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ it is an industrial relation system is any one
at any one time in its development is regarded as comprised of certain actors. So Dunlop പറയുന്ന അനുസരിച്ച് ഇൻഡസ്ട്രിയൽ റിലേഷനിൽ there are certain actors, certain contexts and an ideology, that is it is based on certain ideologies, that is rules, which binds the industrial relation system together. അപ്പോൾ industrial relation systemത്തിലുള്ള different actors, so we know different actors like union, trade union, management, government, employees. So ഈ പറയുന്ന പാർട്ടീസിനെ എല്ലാം അല്ലെങ്കിൽ ആക്ടേഴ്സിനെ എല്ലാം ഒരുമിച്ച് നിർത്തുന്ന ഘടകങ്ങൾ, അതിനെ ഒരുമിച്ച് നിർത്തുന്ന സർട്ടൻ ഐഡിയോളജീസ് ഇൻഡസ്ട്രിയൽ റിലേഷൻസിലുണ്ട്, ഇൻഡസ്ട്രിയൽ റിലേഷൻ സിസ്റ്റത്തിലുണ്ട്. ആൻഡ് എ ബോഡി ഓഫ് റൂൾസ് ക്രിയേറ്റഡ് ടു ഗവേൺ ദ ആക്ടേഴ്സ് അറ്റ് ദ വർക്ക് പ്ലേസ് ആൻഡ് വർക്ക് കമ്മ്യൂണിറ്റി. സോ ആ ഒരു ഐഡിയോളജീസ് അല്ലെങ്കിൽ ബോഡി ഓഫ് റൂൾസ് ആണ് ഈ പറയുന്ന വർക്കേഴ്സിനെ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത്. ആൻഡ് ദർ ആർ 3 സെറ്റ്സ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ലൈക്ക് ആക്ടേഴ്സ്, കോണ്ടെക്സ്റ്റ് ആൻഡ് ഐഡിയോളജി. സോ ഒരു സബ്സിസ്റ്റമാണ്, സൊസൈറ്റി സബ്സിസ്റ്റമാണ് ഇൻഡസ്ട്രിയൽ സിസ്റ്റം എന്ന് പറയുന്നത്, ഇൻഡസ്ട്രിയൽ റിലേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 കൺസെപ്റ്റ്സ് ലൈക്ക് ആക്ടേഴ്സ്, context and ideology. And they are in detail, that is the actors, they are the hierarchy of managers, representatives in supervision, hierarchy of workers, that is non-managerial category of workers, any spokesman and any government officials, etc. And the context is the environment in which the actors are interacting with each other at various levels. So context എന്ന് പറയുമ്പോൾ it is a work environment, that is a industrial firm ആണ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഫേമിനെയാണ് ഇൻഡസ്ട്രിയെയാണ് നമ്മൾ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. So it is an environment where the workers work together. And next is the ideology, that is it is a philosophy, that is it is the rules and regulations which bind the different parties in the industrial relation, which bind them together. So the industrial relation system was based on 3 systems, sets of different variables. We are again I am repeating: actors, context and ideology. So ideology are the ideas, mental beliefs or rules that which is shared by the actors. Actors ആരൊക്കെയാണ് നമ്മൾ പറഞ്ഞു, ഇവരെ ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ കോഡ് ഓഫ് കോണ്ടാക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഐഡിയാസിനെയും ബിലീഫ്സിനെയാണ് നമ്മൾ ഐഡിയോളജീസ് എന്ന് പറയുന്നത്. സോ ആക്ടേഴ്സിനെയാണ് എ കൊണ്ട് മെൻഷൻ ചെയ്യുന്നത്. ഫോർ കോണ്ടാക്ട്സിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ മാർക്കറ്റ്സ്, ടെക്നോളജി, 40 ആൻഡ് പവർ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ ഓർഗനൈസേഷൻ ആൻഡ് ലേബർ യൂണിയൻസ് ആർ ട്രീറ്റഡ് വിത്ത് പി. ആൻഡ് ഒരു ഫോർമുല ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ജോൺ ഡൺലപ്പ്, സിസ്റ്റം അപ്രോച്ച് ഫോർമുല എന്ന് പറഞ്ഞിട്ട്. ആർ ഈസ് ഇക്വൽ ടു ഫങ്ഷൻ ഓഫ് എ ഇൻറ്റു എ ഐ ആൻഡ് ബി, ദാറ്റ് ഈസ് എ ഐ ബി എന്താണെന്ന് ഇവിടെ ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ഓർത്തിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ജോൺ ഡൺലപ്പിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് സിസ്റ്റം അപ്രോച്ച് മാത്രം ഒരു 5 മാർക്സ് ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫോർമുല ഈസി ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാം. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ അത് അവൈലബിൾ ആണ്. സോ ഇതിൽ ആർ എന്ന് പറയുന്നത് IR സിസ്റ്റമാണ്. എ ഫോർ ആക്ടേഴ്സ്, ഐ ഫോർ ഐഡിയോളജി ആൻഡ് ബി ഫോർ ബോഡി ഓഫ് റൂൾസ്. സോ ഒന്ന് സമ്മറൈസ് ചെയ്ത് ഒന്നും കൂടി പറയുകയാണ്. An industrial relation system is at any particular time is regarded as comprising of certain actors, certain context and ideology which bind the industrial relation system together. ഈ മൂന്നും ആണ് ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഇൻഡസ്ട്രിയൽ റിലേഷൻ സിസ്റ്റത്തിനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത് together through the body of rules created to the given actors. So ആക്ടേഴ്സിന് വേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അതിനെ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന, ഒരുമിച്ച് കൊണ്ടുപോകുന്ന വർക്ക് പ്ലേസിൽ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഘടകങ്ങളാണ് ഈ പറയുന്ന ആക്ടേഴ്സ്, കോണ്ടെക്സ്റ്റ് ആൻഡ് ഐഡിയോളജി എന്ന് പറയുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട് ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. ഓർത്തിരുന്നാൽ മതി, 3 കൺസെപ്റ്റുകളാണ് സിസ്റ്റം അപ്രോച്ചിൽ വരുന്നത്. നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു പാർട്ട് വായിച്ച് നോക്കുക, കുറച്ച് സമ്മറൈസ് ചെയ്ത് ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. That is according to him, that is according to Dunlop, IR system is a distinctive subsystem of the society. That is ഞാൻ പറഞ്ഞു ഓൾറെഡി. സോഷ്യൽ സിസ്റ്റം, ടോട്ടൽ ഹോൾ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ സൊസൈറ്റൽ സിസ്റ്റത്തിൻ്റെ ഒരു സബ് സിസ്റ്റമായിട്ടാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ റിലേഷൻ സിസ്റ്റത്തിനെ കാണുന്നത്. And it is an industrial relation system. At any particular time it is regarded as comprising of certain actors. So അതിൻ്റെ ഉള്ളിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ആക്ടേഴ്സ്, കോണ്ടെക്സ്റ്റ് ആൻഡ് ഐഡിയോളജി
അത് ഡെവലപ്പ് ചെയ്ത് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് എന്തെല്ലാമാണ് എന്നുള്ളത്. ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിഫറെൻറ്റ് പാർട്ടീസാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഡിഫറെൻറ്റ് പാർട്ടീസാണ്. അതിനെ നമ്മൾ എ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തു. രണ്ടാമത്തത് കോണ്ടെക്സ്റ്റ് ആണ്. കോണ്ടെക്സ്റ്റിൽ ഉള്ളിൽ പറയുന്നത് കോണ്ടെക്സ്റ്റ് റെഫർ ടു ദ സെറ്റപ്പ് ഇൻ വിച്ച് ദ ആക്ടേഴ്സ് പെർഫോം ദ ഗിവൺ ടാസ്ക്. ഇറ്റ് ഈസ് എ എൻവയോൺമെൻറ്റ്. എവിടെ വെച്ചാണോ ആക്ടേഴ്സ് ആക്ട് ചെയ്യുന്നത്, ബിഹേവ് ചെയ്യുന്നത്, ആ ഒരു കോണ്ടെക്സ്റ്റിനെയാണ്, എൻവയോൺമെൻറ്റിനെയാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് കൊണ്ട് അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ദേ ബിഹേവ്. ആൻഡ് ആ ഒരു കോണ്ടെക്സ്റ്റിലുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതിൻ്റെ എലമെൻറ്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ മാർക്കറ്റ്, ടെക്നോളജി, പവർ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ ഓർഗനൈസേഷൻ ആൻഡ് ദ ലേബർ യൂണിയൻ. ഇത്രയും ഘടകങ്ങളാണ് കോണ്ടെക്സ്റ്റിൽ വരുന്നത്. സോ അതിനെ എല്ലാത്തിനെയും നമ്മൾ ഓരോ മാർക്കറ്റിന് എം, ടെക്നോളജിക്ക് ടി, പവർ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ലേബർ യൂണിയൻ ദാറ്റ് ഇസ് പി. Then ideology, that is we already said, it is the ideas and mental beliefs of the workers, their attitude of the workers, which help in blending the system. So it is mentioned as I. So these are the different variables in the industrial relation system. Okay. Then next പറയുന്നത് പ്ലൂറലിസ്റ്റിക് അപ്രോച്ചാണ്. പ്ലൂറലിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പ്ലൂറൽസ് എന്ന് പറയുമ്പോൾ ഒന്നിലധികം, സിംഗുലർ അല്ല, പ്ലൂറൽ എന്ന് പറയുമ്പോൾ ഒന്നിലധികം എന്നുള്ളൊരർത്ഥമാണ്. ആ ഒരു അർത്ഥം തന്നെയാണ് ഈ ഒരു അപ്രോച്ചിലും മെൻഷൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ടോട്ടലി ഡിപ്പാർട്ട്സ് ഫ്രം ദ യൂണിറ്ററി അപ്രോച്ച്. സോ യൂണിറ്ററി അപ്രോച്ചിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് ആൻഡ് അസ്യൂംസ് ദാറ്റ് ദ ഓർഗനൈസേഷൻ ഈസ് കമ്പോസ്ഡ് ഓഫ് ദ ഇൻഡിവിജ്വൽസ് ഹു ഫോം ഡിസ്റ്റിങ്ക്ട് ഗ്രൂപ്പ്സ് with their own set of aims, objectives, leadership styles and value propositions. സോ ഒരു ഇൻഡസ്ട്രിയൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡിവിജ്വൽസിനെ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ഒബ്ജക്റ്റീവ്സ്, എയിംസ് ആൻഡ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഇതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. സോ പലതരം വെറൈറ്റീസിനെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ഏരിയ ആണ് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത്. സോ ദ ഓർഗനൈസേഷൻ ഈസ് മൾട്ടി സ്ട്രക്ചേർഡ് ആൻഡ് there will be continued tension due to conflicts within and between the various sectional groups. Also there will be different conflicts among different sectional groups, different individuals, sometimes between different departments, sometimes between the employees and the employer. So in നമുക്കറിയാം ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാനായിട്ട് സാധിക്കില്ല. പക്ഷേ organization multi structured ആണ്, different varieties of individuals are working there, so we can assume conflicts in any time. So in contrast to the unitary approach, the pluralistic approach considers conflict between the management and employees as rational and inevitable. So ഒരു ഇന്നവിറ്റബിൾ ആയിട്ടുള്ള ഒരു ഘടകമായിട്ട്, അതായത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമായിട്ടാണ് നമ്മളിവിടെ പ്ലൂറലിസ്റ്റിക് അപ്രോച്ചിൽ കോൺഫ്ലിക്റ്റിനെ കാണുന്നത്. ആൻഡ് ഓർഗനൈസേഷൻ നമ്മൾ യൂണിറ്ററിയിൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് നോട്ട് നെസസറി, ഒരു നെസസറി ഐറ്റമായിട്ട് നമ്മൾ പറയുന്നില്ലെങ്കിലും കോൺഫ്ലിക്റ്റ് റേസ് ചെയ്യാം, പക്ഷേ അത് ഡിസ്ട്രക്റ്റീവ് ആണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമായിട്ടാണ് നമ്മൾ കോൺഫ്ലിക്റ്റിനെ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഓർഗനൈസേഷൻസ് ആസ് ആൻഡ് ലാസ്റ്റ് പാർട്ടിൽ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ മാനേജ്മെൻറ്റ് ആൻഡ് between the management and the worker is understood as inevitable. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഇന്നവിറ്റബിൾ ആയിട്ടുള്ള ഒരു ഘടകമായിട്ടാണ് നമ്മൾ കോൺഫ്ലിക്റ്റിനെ കാണുന്നത്. ആൻഡ് ഓർഗനൈസേഷൻസ് ആസ് കോയലേഷൻസ് ഓഫ് കോമ്പറ്റിംഗ് ഇൻട്രസ്റ്റ്. സോ അവിടെ ഒരുപാട് കോമ്പറ്റിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ്, അതായത് പരസ്പരം മത്സരിക്കുന്ന പല ആൾക്കാർ, അവരുടെ പല ഇൻട്രസ്റ്റുകളാണ് ഓർഗനൈസേഷനിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. ദ റോൾ ഓഫ് ദ മാനേജ്മെൻറ്റ് ഈസ് ടു മീഡിയേറ്റ് അമംഗ് ദ ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്. ആൻഡ് ഇവിടെ മാനേജ്മെൻറ്റിൻ്റെ റോൾ എന്ന് പറയുന്നത് ഈ പല വെറൈറ്റീസ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ ഒരുമിച്ച് കോപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുക, അവർക്ക് മീഡിയേറ്ററായിട്ട് നിൽക്കുക എന്നുള്ളതാണ് റോൾ ഓഫ് മാനേജ്മെൻ്റ് ആയിട്ട് ഇവിടെ വരുന്നത്. സോ ഒരു ഓർഗനൈസേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരുപാട് വൈഡ് വെറൈറ്റീസ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, ടേസ്റ്റുകൾ, ആറ്റിറ്റ്യൂഡുകളുള്ള ബിഹേവിയേഴ്സുകളൊക്കെ ഉള്ള ആൾക്കാരുടെ ഒരു ഗ്രൂപ്പാണ്. സോ അതുകൊണ്ട് തന്നെ കോൺഫ്ലിക്റ്റ് ഇന്നെവിറ്റബിൾ ആണ്. ഓക്കെ, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് അപ്രോച്ചാണ്. സോ മാർക്സിസ്റ്റ് അപ്രോച്ചിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രപ്പോസിഷൻ ദാറ്റ് ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആർ മേജർലി ഗവേൺഡ് ബൈ ദ ഒബ്ജക്റ്റീവ് ഓഫ് പ്രോഫിറ്റ്. അതായത് നമ്മൾ പ്രോഫിറ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നാണ് ഈ ഒരു അപ്രോച്ച് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്, എക്കണോമിക് ആക്ടിവിറ്റീസ് ആയ പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ്, ഡിസ്ട്രിബ്യൂഷൻ എല്ലാം നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ എയിം ചെയ്തുകൊണ്ടാണ് നമ്മൾ നടത്തുന്നത്. And Marxists, like pluralists,
റിഗാർഡ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ് ആസ് ഇന്നവിറ്റബിൾ. അവിടെ നമ്മൾ മാർക്സിസ്റ്റ് പ്ലൂറലിസ്റ്റുകളെ പോലെ തന്നെ കോൺഫ്ലിക്റ്റ് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമായിട്ടാണ് കാണുന്നത്. മാർക്സിസ്റ്റ് സീ ഇറ്റ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് ദ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി. സോ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ആയിട്ടാണ്, അതായത് നമ്മൾ പറഞ്ഞ ക്ലാസ് കോൺഫ്ലിക്റ്റിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്, മാർക്സിസ്റ്റ് അപ്രോച്ചിനെ കാണുന്നത്. ദാറ്റ് ഇസ് ഒരു ക്ലാസ് കോൺഫ്ലിക്റ്റ്, ദാറ്റ് ഇസ് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആയിട്ടുള്ള ക്യാപിറ്റലിസ്റ്റും ലേബറേഴ്സും തമ്മിലുള്ള ക്ലാസ് കോൺഫ്ലിക്റ്റിൻ്റെ ഒരു റിസൾട്ടാണ്. ആൻഡ് ഇറ്റ് ആർഗ്യൂസ് ദാറ്റ് ഫോർ സോഷ്യൽ ചേഞ്ച് ടു ടേക്ക് പ്ലേസ് ക്ലാസ് കോൺഫ്ലിക്റ്റ് ഈസ് റിക്വയർഡ്. അതായത് ക്ലാസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ ചേഞ്ചിന് എസെൻഷ്യൽ ആണ് എന്നുള്ളതാണ് മാർക്സിസ്റ്റ് അപ്രോച്ചിൽ പറയുന്നത്. ക്ലാസ് കോൺഫ്ലിക്റ്റ് വന്നാൽ മാത്രമേ, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് നമ്മൾ പറഞ്ഞു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയുടെ റിസൾട്ടായിട്ട്, അല്ലെങ്കിൽ ക്ലാസ് കോൺഫ്ലിക്റ്റിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് നമ്മൾക്ക് കോൺഫ്ലിക്റ്റുകൾ റേസ് ചെയ്യുന്നത്. ക്യാപിറ്റലിസത്തിൽ വന്നതുകൊണ്ടാണ് ക്ലാസ് കോൺഫ്ലിക്റ്റുകൾ വന്നത്. ലേബർ ക്ലാസ്സും മാനേജ്മെൻറ്റും തമ്മിലുള്ള ക്ലാസ് കോൺഫ്ലിക്റ്റ് വന്നത്. ആൻഡ് ഈ ക്ലാസ് കോൺഫ്ലിക്റ്റ് വന്നുകൊണ്ട് നമുക്ക് സോഷ്യൽ ചേഞ്ച് നടപ്പാകും, അല്ലെങ്കിൽ സോഷ്യൽ ചേഞ്ച് സൊസൈറ്റിയിൽ ചേഞ്ച് വരുത്താം എന്നുള്ളതാണ്. ആ സോഷ്യൽ ചേഞ്ച് വരാനുള്ള കാരണം ക്ലാസ് കോൺഫ്ലിക്റ്റ് ആണ്. ഇപ്പോഴും സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ചേഞ്ചസ് സൊസൈറ്റിയിൽ വരുന്ന ഒരു ഘടകമാണ് സോഷ്യൽ ചേഞ്ച്. സോഷ്യൽ ചേഞ്ച് എസെൻഷ്യലാണ്, നല്ലതാണ്. സോ അത് വരുത്തണമെങ്കിൽ, അല്ലെങ്കിൽ അത് വരണമെങ്കിൽ ക്ലാസ് കോൺഫ്ലിക്റ്റ് വേണം എന്നുള്ളതാണ് പ്ലൂറലിസ്റ്റുകളെ പോലെ തന്നെ മാർക്സിസ്റ്റും ഫോക്കസ് ചെയ്യുന്നത്. And it initiates strong reactions from the working class and bridges the gap between the economically settled owners of factors of production. നമുക്കറിയാം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് they are the owners of the factors of production and the economically dependent working class. അപ്പോൾ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ അത് വിൽ ബി സ്ട്രോങ് റിയാക്ഷൻ. വർക്കേഴ്സ് ക്ലാസ്സാണ് താഴെ നിൽക്കുന്നത്. അവരെ എക്സ്പ്ലോയിറ്റേഷൻ, മാനേജ്മെൻറ്റിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ സഹിക്കാൻ പറ്റാതെ അവർ സ്ട്രഗിൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇവർക്കെതിരെ, മാനേജ്മെൻറ്റിനെതിരെ റേസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവർ കോൺഫ്ലിക്റ്റ് നടത്തുമ്പോൾ അവർ തമ്മിലുള്ള എക്കണോമിക്കലി പൂറായിട്ട് നിൽക്കുന്ന പൂറായിട്ട് നിൽക്കുന്ന വർക്കിംഗ് ക്ലാസ്സും ഓണേഴ്സും തമ്മിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട്, അവർ തമ്മിലുള്ള ഗ്യാപ്പ്, പുവർ ക്ലാസ്സും റിച്ചർ ക്ലാസ്സും തമ്മിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഇതിനെ കൊണ്ട് സാധിക്കുന്നു. സോ ഇത്രയാണ് മാർക്സിസ്റ്റ് അപ്രോച്ചിൽ മെൻഷൻ ചെയ്യുന്നത്. കൺസെപ്റ്റ് ചെറുതാണ്, പക്ഷേ നമ്മളത് എഴുതി ഫലിപ്പിക്കാനായിട്ട് കുറച്ച് ഐഡിയാസ് അതിൽ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗാന്ധിയൻ അപ്രോച്ചാണ്. സോ ഇറ്റ് ഇസ് അപ്രോച്ച് ഗിവൺ ബൈ MK ഗാന്ധി. അപ്പോൾ ഗാന്ധിജി പറയുന്ന ഗാന്ധിജിയുടെ മേജർ പ്രിൻസിപ്പിൾസ് നമുക്കറിയാം. ട്രസ്റ്റിഷിപ്പ്, അതല്ലെങ്കിൽ നോൺ വയലൻസ്, ഇതെല്ലാം ഫേമസ് ആയിട്ടുള്ള ഗാന്ധിയൻ അപ്രോച്ചസ് ആണ്. സോ ഈ പറയുന്ന ഗാന്ധിയൻ അപ്രോച്ചസ് തന്നെയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നതും. ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ ഗാന്ധിയൻ അപ്രോച്ച് വരുമ്പോഴത്തേക്കും കൂടുതലായിട്ടും ഗാന്ധിജി വർക്കേഴ്സിൻ്റെ അല്ലെങ്കിൽ ലേബറേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിനാണ് ഫോക്കസ് ചെയ്യുന്നത്. നോക്കാം, ഗാന്ധി ക്യാൻ ബി കോൾഡ് ആസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ലേബർ ലീഡേഴ്സ് ഓഫ് മോഡേൺ ഇന്ത്യ. ഹി ക്യാൻ ബി called as one of the greatest labor leaders, and he was not against the strikes but pleaded that they should be the last weapon in the armory of industrial workers. So strikes നടത്താം, പക്ഷേ അത് ഏറ്റവും ലാസ്റ്റത്തെ ആയുധമായിരിക്കണം എന്നുള്ളതാണ് ഗാന്ധിജി പറയുന്നത്. അപ്പോൾ സ്ട്രൈക്സ് ഏറ്റവും ലാസ്റ്റ്, അതല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ നെഗോസിയേഷൻ ബാർഗൈനിങ് പ്രോസസ്സ് ഇതെല്ലാം കഴിഞ്ഞ് മാനേജ്മെൻറ്റുമായിട്ട് ഒരു വിട്ടുവീഴ്ചയും മാനേജ്മെൻറ്റ് തയ്യാറാകുന്നില്ലെങ്കിൽ മാത്രം പീസ്ഫുൾ ആയിട്ടുള്ള സ്ട്രൈക്ക്, അതായത് നോൺ വയലൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സ്ട്രൈക്ക് നടത്താമെന്നുള്ളതാണ് ഗാന്ധിജി പറയുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി റീസ്റ്റോർഡ് ടു അൺലെസ് ഓൾ പീസ്ഫുൾ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് ഓഫ് നെഗോസിയേഷൻ, കൺസീലിയേഷൻ ആൻഡ് ആർബിട്രേഷൻ ആർ എക്സോസ്റ്റഡ്. സോ ഈ പറയുന്ന പീസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ്സായ നെഗോസിയേഷൻ, കൺസീലിയേഷൻ, ആർബിട്രേഷൻ, അതായത് മിഡിൽമാനെ കൊണ്ടുവന്ന് മധ്യസ്ഥനായിട്ട് ഒരാളെ കൊണ്ടുവന്ന് പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും നമ്മൾക്ക് നമ്മളുടെ കോൺഫ്ലിക്റ്റ് സെറ്റിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം നമ്മൾക്ക് സ്ട്രൈക്ക് യൂസ് ചെയ്താൽ മതി എന്നുള്ളതാണ് ഗാന്ധിജി പറയുന്നത്. ദെൻ നെക്സ്റ്റ്, ഹിസ് കൺസെപ്റ്റ് ഓഫ് ട്രസ്റ്റിഷിപ്പ് ഇസ് എ സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ഇൻ ദ സ്ഫിയർ ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. അഗെയിൻ ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് ഞാൻ പറയാം. അതായത് ഉള്ള ആൾക്കാർ, അതായത് വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ റിച്ച് ക്ലാസ്സിൽ പെടുന്ന ആൾക്കാർ, പൂർ ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ആവശ്യത്തിനുള്ള വെൽത്ത് എടുത്തിട്ട്
അതായത് ഡെയിലി കൺസംഷനുള്ള വെൽത്ത് എടുത്തിട്ട് ബാക്കി പുവർ ക്ലാസ്സിന് അല്ലെങ്കിൽ പുവർ ആയിട്ടുള്ള വർക്കിംഗ് ക്ലാസ്സിന് അതല്ലെങ്കിൽ പുവർ പീപ്പിളിന് കൊടുക്കുക എന്നുള്ളതാണ്. വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So he also pleaded for perfect understanding between the capital and labor. So ഒരു നല്ല റിലേഷൻഷിപ്പ് എക്സലൻറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം ക്യാപിറ്റലും ലേബറേഴ്സും തമ്മിൽ. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഉദ്ദേശിക്കുന്ന മാനേജ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഓണേഴ്സ് ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനാണ് ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം, റെക്കഗ്നീഷൻ ഓഫ് ഇക്വാലിറ്റി, അവരുടെ ലേബർ ക്ലാസിൻ്റെ ഇക്വാലിറ്റി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് സ്ട്രോങ് ലേബർ ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം, ദാറ്റ് ഈസ് സ്ട്രോങ് ആയിട്ടുള്ള ട്രേഡ് യൂണിയൻസ് ഉണ്ടാവണം. ഇതെല്ലാം നമ്മൾക്ക് ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ റിലേഷൻസിൻ്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി പറയുന്നത്. സോ അവർ തമ്മിലുള്ള ഗ്യാപ്പ് പരമാവധി ഇല്ലാതാക്കുക, അവരെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി വർക്കേഴ്സിനും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഗാന്ധിജി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രൈക്സിന് എഗെയിൻസ്റ്റ് അല്ല ഗാന്ധിജി, പക്ഷേ ഏറ്റവും ലാസ്റ്റ് റിസോർട്ടായിട്ട് മാത്രമേ സ്ട്രൈക്ക് കാണാവുള്ളൂ. പക്ഷേ അത് പീസ്ഫുൾ മാനറിൽ നമ്മൾ കണ്ടക്ട് ചെയ്തിരിക്കണം, നോൺ വയലൻസ് മെത്തേഡ് യൂസ് ചെയ്യണം. ആൻഡ് ഓൾസോ ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന കോൺട്രിബ്യൂഷൻ ഓഫ് ദ വെൽത്ത് അതും നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഗാന്ധിജി പറയുന്നത്. ആൻഡ് ഫോർ ഹിം മീൻസ് ആൻഡ് എൻഡ്സ് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മൾ ഒരു ലക്ഷ്യം നേടാനായിട്ട് ഉപയോഗിക്കുന്ന വഴികളും ലക്ഷ്യവും രണ്ടും നോൺ വയലൻസിനെ ബേസ് ചെയ്തും അതല്ലെങ്കിൽ റൈറ്റ്ഫുൾ ആയിട്ടുള്ളതോ ആയിരിക്കണം എന്നുള്ളതാണ് ഗാന്ധിജി മെൻഷൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് സോഷ്യൽ ആക്ഷൻ അപ്രോച്ചാണ്. സോഷ്യൽ ആക്ഷൻ അപ്രോച്ചിൽ ദിസ് മോഡൽ പോയിൻറ്റ്സ് ഔട്ട് ദ റെസിപ്രോക്കൽ നേച്ചർ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് ദ ബിഹേവിയർ. ദാറ്റ് ഈസ് ഇറ്റ് ഫോക്കസ് ചെയ്യുന്നത് സോഷ്യൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു അപ്രോച്ച് പറയുന്നത്. ഇറ്റ് സ്ട്രെസ്സസ് എ വേ ഇൻ വിച്ച് മാൻ ഇൻഫ്ലുവൻസ് സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് മേക്സ് എ സൊസൈറ്റി. സോ നമുക്കറിയാം ഒരു സൊസൈറ്റിയിൽ ഒരു ഹ്യൂമൻ ബീയിങ്സിന് ഉള്ളത് ഈക്വൽ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ വർക്കേഴ്സ് എബിലിറ്റി ടു ടേക്ക് സ്ട്രൈക്ക് ആക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് സൊസൈറ്റി, അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്ട്രക്ചറിൻ്റെ ഭാഗമാണ് ഒരു വർക്കറിൻ്റെ സ്ട്രൈക്ക് ചെയ്യാനുള്ള എബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഓൺട്രപ്രണേഴ്സ് എബിലിറ്റി എന്ന് പറയുന്നത് ടു ഇൻവെസ്റ്റ് ആണ്. സോ ഇറ്റ് മേ ബി ലിമിറ്റഡ് ബൈ ഹിസ് ഓൺ പേഴ്സണൽ ഓർ ബൈ മോർ ജനറൽ എക്കണോമിക് കണ്ടീഷൻസ്. സോ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് അയാളുടെ പേഴ്സണൽ എബിലിറ്റിയെയും ജനറൽ എക്കണോമിക് കണ്ടീഷൻസിനെയും ബേസ് ചെയ്തിട്ടായിരിക്കും. ആൻഡ് ദിസ് വിൽ ഹെൽപ്പ് ടു ഡിറ്റർമിൻ ദ എൻവയോൺമെൻറ്റ് ഫോർ സിമിലർ ഡിസിഷൻ ഇൻ ദ ഫ്യൂച്ചർ. സോ എൻറ്റയർലി ഒരു സോഷ്യൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ സോഷ്യൽ ആക്ഷൻസ് വരിക എന്നുള്ളതാണ് സോഷ്യൽ ആക്ഷൻ അപ്രോച്ചിൽ പറയുന്നത്. ദാറ്റ് ഈസ് സോഷ്യൽ സ്ട്രക്ചറും ബിഹേവിയറും തമ്മിൽ നല്ല ബന്ധമുണ്ട്. സോ it depends on the actions of the management and the employees. It depends, അല്ലെങ്കിൽ the actions in the industrial relation depends on the social structure. ഒരു സ്മോൾ കൺസെപ്റ്റാണ്. ഇനി ലാസ്റ്റ് പറയുന്ന അപ്രോച്ച് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് അപ്രോച്ചാണ്. ഇറ്റ് ഇസ് എ മോഡേൺ അപ്രോച്ച്. ഒരു വെൻ കമ്പയർഡ് ടു അതർ അപ്രോച്ച്, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു മോഡേൺ അപ്രോച്ചായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇറ്റ് ഈസ് ന്യൂലി ഡെവലപ്ഡ് വൺ ഇൻ 1980 in USA, and it questions the relevance of two institutions of IR like trade union and collective bargaining. ആൻഡ് ഈ പറയുന്ന രണ്ട് കൺസെപ്റ്റ്സിനെയാണ് ഇത് മെൻഷൻ ചെയ്യുന്നത്. സോ ഒരു ചേഞ്ച് സിറ്റുവേഷനിൽ ട്രേഡ് യൂണിയൻ ആൻഡ് കളക്റ്റീവ് ബാർഗെയിനിങ്ങിൻ്റെ റെലവൻസ് ആണ് ഈ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് അപ്രോച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ദ ന്യൂ വൺ ഇൻസിസ്റ്റ് ഡീസെൻട്രലൈസ്ഡ് ബാർഗെയിനിങ്. സോ കളക്റ്റീവ് ബാർഗെയിനിങ് എന്നൊരു കൺസെപ്റ്റ് മാറ്റണമെന്നും ഡീസെൻട്രലൈസ്ഡ് ബാർഗെയിനിങ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് അപ്രോച്ചിൽ പറയുന്നത്. അതായത് കാലം മാറുന്നതനുസരിച്ച് കളക്റ്റീവ് ബാർഗെയിനിങ്ങും അതുപോലെ ട്രേഡ് യൂണിയനിസം എന്ന് പറയുന്ന കൺസെപ്റ്റും മാറി നിന്നുകൊണ്ട് ഡീസെൻട്രലൈസ്ഡ് ബാർഗെയിനിങ് കൺസെപ്റ്റ് വരണം എന്നുള്ളതാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് അപ്രോച്ചിൽ മെൻഷൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈ പറയുന്ന ഡീസെൻട്രലൈസ്ഡ് ബാർഗെയിനിങ് എന്താണെന്ന് ആണ് ഇനി നെക്സ്റ്റ് പറയുന്നത്. ദാറ്റ് ഈസ് IR ആക്ടിവിറ്റീസ് ഷുഡ് ബി എ പാർട്ട് ഓഫ് ദ ബിസിനസ് സ്ട്രാറ്റജി. അതായത് നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴല്ല IR ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസിന് ഫോക്കസ് കൊടുക്കേണ്ടത്. ബട്ട് ഇറ്റ് ഷുഡ് ബി എ പാർട്ട് ഓഫ് ദ ബിസിനസ് സ്ട്രാറ്റജി. സോ ബിസിനസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫോമിൻ്റെ മിഷൻ ഒക്കെ ഫോമുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇനീഷ്യൽ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ IR ഷുഡ് ബി എ ബേസിക് ആക്ടിവിറ്റി ഓഫ് ദ ബിസിനസ് സ്ട്രാറ്റജി. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ഇറ്റ് ഈസ് എക്സ്റ്റെൻഡഡ് ടു ദ ടോട്ടൽ മാനേജ്മെൻറ്റ്. ദാറ്റ് ഈസ് ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രമായ ഒരു കാര്യമായിട്ട് അത് മാറരുത്. ഇറ്റ് ഷുഡ് ബി എക്സ്റ്റെൻഡഡ് ടു ദ ടോട്ടൽ മാനേജ്മെൻറ്റ് സിസ്റ്റം. ദെൻ ഇറ്റ് ഷുഡ് ഗീവ് മോർ എംഫസിസ് ഓൺ ദ ഇൻഡിവിജ്വൽസ് നോട്ട് ആസ് കളക്ടിവിറ്റി. സോ ഓരോ ഇൻഡിവിജ്വൽ വർക്കേഴ്സിൻ്റെയും പ്രശ്നങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം.
ആൻഡ് നെക്സ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ഡിസ്കറേജ് ദ യൂണിയനിസം. മോസ്റ്റ്ലി പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടാണ് യൂണിയനിസം ഡിസ്കറേജ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഇവിടെ മോഡേൺ കൺസെപ്റ്റിൽ പറയുന്നത്. ആൻഡ് ഇൻ പ്ലേസ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ്, അറ്റംപ്റ്റ്സ് ഷുഡ് ബി മെയ്ഡ് ടു സോൾവ് ദ ടു സോൾവ് ദ പ്രോബ്ലംസ് അറ്റ് ദ വർക്ക് ഗ്രൂപ്പ് ലെവൽ. അതായത് പ്രോബ്ലംസ് റേസ് ചെയ്യുന്ന ലെവലിൽ തന്നെ, അല്ലെങ്കിൽ ഷോപ്പ് ലെവലിൽ തന്നെ, അല്ലെങ്കിൽ ഫ്ലോർ ലെവലിൽ, ഫാക്ടറി ലെവലിൽ തന്നെ നിന്നുകൊണ്ട് നമ്മൾക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള അറ്റംപ്റ്റ്സ് വർക്ക് ഗ്രൂപ്പ്സ് ചെയ്യണം. അതല്ലെങ്കിൽ പ്രശ്നം വഷളായി അത് ഫൈനലി ട്രൈബ്യൂണൽസിലേക്ക് തന്നെ, കോർട്ടിലേക്ക്, ട്രൈബ്യൂണൽ ഉദ്ദേശിക്കുന്നതൊക്കെ നമുക്ക് ഫർദർ പഠിക്കാനുണ്ട്, ട്രൈബ്യൂണൽസിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാതെ ഒരു ഇൻഡസ്ട്രിയൽ ലെവലിൽ എവിടെ വെച്ചാണോ പ്രശ്നം ഉണ്ടാകുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റ് ലെവലിൽ വെച്ച് തന്നെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെയാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് അപ്രോച്ചായ മോഡേൺ അപ്രോച്ചിൽ മെൻഷൻ ചെയ്യുന്നത്. സോ ഓൾ ടുഗദർ ദർ ആർ 7 ഡിഫറെൻറ്റ് അപ്രോച്ചസ് ടു ദ ഇൻഡസ്ട്രിയൽ റിലേഷൻ. കാലം മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സോഷ്യോളജിസ്റ്റുകൾ ഡിഫറെൻറ്റ് ആംഗിൾസിൽ നിന്നുകൊണ്ടാണ് ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ ആണ്. ടെക്സ്റ്റ് വെച്ച് വായിക്കുക, അതല്ലെങ്കിൽ ഈ മാറ്റർ വെച്ച് വായിക്കുക. ടെക്സ്റ്റിൽ നിന്ന് കുറച്ചും കൂടി പോയിൻറ്റ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏതാണോ ഫീസിബിളായിട്ട് തോന്നുന്നത് അത് വായിക്കാം. ഇനി ടെക്സ്റ്റിൽ പേജ് നമ്പർ 36 ലാസ്റ്റ് കുറച്ച് പോയിൻറ്റ്സ് കിടക്കുന്നുണ്ട്. അതായത് ടു പുട്ട് ദിസ് പ്രിൻസിപ്പിൾസ് ഇൻ പ്രാക്ടീസ് ദ ഫോളോയിങ് പോയിൻറ്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ്. അതായത് നമ്മളുടെ ഗാന്ധിയൻ അപ്രോച്ചിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കിടക്കുന്ന പോയിൻറ്റ്സാണ്. ഗാന്ധിയൻ ട്രസ്റ്റിഷിപ്പ് അപ്രോച്ചാണ് ഏറ്റവും ലാസ്റ്റ് നമ്മളുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 35 കിടക്കുന്ന. അപ്പോൾ ആ അപ്രോച്ചിൻ്റെ കൂടെ ഉള്ള കുറച്ച് പോയിൻറ്റ്സാണ്. അത് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഈ പറയുന്ന ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് എല്ലാം ഫോളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ട്രസ്റ്റിഷിപ്പ് നമ്മൾ പറഞ്ഞു, പീസ്ഫുള്ളായിട്ടുള്ള സ്ട്രൈക്ക്, നോൺ വയലൻസ് മെത്തേഡ്, ഇതെല്ലാം യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അതായത് വർക്കേഴ്സ് ഷുഡ് സീക്ക് റിഡ്രസൽ ഓഫ് റീസണബിൾ ഡിമാൻഡ്സ് ഓൺലി ത്രൂ കളക്റ്റീവ് ആക്ഷൻ. അതായത് ഒരു യൂണിയൻ കാര്യങ്ങളിലേക്ക്, അതല്ലെങ്കിൽ ഒരു ട്രേഡ് യൂണിയനെ യൂസ് ചെയ്ത് റീസണബിൾ ആയിട്ടുള്ള ഡിമാൻഡ്സിന് മാത്രമേ പോകാവുള്ളൂ. കളക്റ്റീവ് ആക്ഷനിലേക്ക് പോകണമെങ്കിൽ വർക്കേഴ്സ് ഷുഡ് സീക്ക് റിഡ്രസൽ ഓഫ് റീസണബിൾ ഡിമാൻഡ്സ് ഓൺലി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യാനായിട്ട് നോക്കരുത്. അവരുടെ ഒരു ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ മാത്രമേ, അല്ലെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള ആവശ്യങ്ങൾ മാത്രമേ ഡിമാൻഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ആൻഡ് ദ വർക്കേഴ്സ് ഷുഡ് അവോയ്ഡ് സ്ട്രൈക്സ് ആസ് ഫാർ ആസ് പോസിബിൾ സ്ട്രൈക്സ് അവോയ്ഡ് ചെയ്യുക. Then the strike should not be resorted to the last option when all other legitimate measures have failed. നമ്മൾ നേരത്തെ പറഞ്ഞ കൺസിലേഷൻ, ആർബിട്രേഷൻ, ബാർഗെയിനിങ്, ഇതെല്ലാം നടന്നിട്ടും ചെയ്തിട്ടും നടക്കാത്ത കാര്യങ്ങൾക്ക് മാത്രം ലാസ്റ്റ് ഓപ്ഷനായിട്ട് മാത്രമേ സ്ട്രൈക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. Then next, as far as possible the workers should take റിക്കോഴ്സ് ഓർ ഓപ്ഷൻ ടു വോളണ്ടറി ആർബിട്രേഷൻ. അതായത് ഒരു ഡയറക്റ്റ് സെറ്റിൽമെൻറ്റ് ശരിയായില്ല എന്നുണ്ടെങ്കിൽ വോളണ്ടറി ആർബിട്രേഷന് പോകാം, അതായത് മധ്യസ്ഥനെ വെച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ നോക്കാം. ദെൻ ഇഫ് they have to organize a strike, trade union should seek authority from the workers to do so. റിമെയിൻ പീസ്ഫുൾ ആൻഡ് യൂസ് നോൺ വയലൻറ്റ് മെത്തേഡ്. നമ്മൾ പറഞ്ഞ പോയിൻറ്റ്സ് തന്നെയാണ്. ടെക്സ്റ്റിലെ പോയിൻറ്റ് ഞാൻ ഇവിടെ നോട്ട്സിൽ മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് എടുത്ത് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഗാന്ധിയൻ അപ്രോച്ചിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന പോയിൻറ്റ്സാണ്. അപ്പോൾ ഈ പോയിൻറ്റ്സ് എല്ലാം ചുരുക്കി എഴുതി കഴിഞ്ഞാൽ നമ്മൾക്ക് ഗാന്ധിയൻ അപ്രോച്ച് എന്താണെന്നുള്ളത് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് ട്രേഡ് യൂണിയൻസ് അഥവാ സ്ട്രൈക്ക് നടത്തുന്നുണ്ടെങ്കിൽ തന്നെ അത് വർക്കേഴ്സിനോട് അതോറിറ്റി നേടിയതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ വർക്കേഴ്സിനോട് ആലോചിച്ചതിന് ശേഷം മാത്രമേ സ്ട്രൈക്ക് ഓർഗനൈസ് ചെയ്യാൻ പാടുള്ളൂ. അതും പീസ്ഫുള്ളും നോൺ വയലൻറ്റ് മെത്തേഡ്സും യൂസ് ചെയ്തിട്ട് വേണം നടത്താനായിട്ട്. സോ ഇത്രയാണ് അപ്രോച്ചസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. നല്ല രീതിയിൽ വായിക്കുക. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, എസ്സേ വരുന്നൊരു ടോപ്പിക്കാണ്. നല്ലോണം പഠിക്കുക. ഓക്കെ.